അങ്ങനെ സൂര്യയുടെ വീട്ടിൽ നിന്നും അജയനെ ചോദ്യം ചെയ്തതിനു ശേഷം അജിത് സർ പുറത്തേക്ക് ഇറങ്ങാട്ടോ. ഒപ്പം സൂര്യയുമുണ്ട്. അജിത് സർ സൂര്യയോട് പറയുന്നുണ്ട്, ആ അജയന്റെ സംസാരത്തിൽ എന്തൊക്കെയോ ദുരൂഹതയുണ്ട്. അവനെ നന്നായിട്ടൊന്ന് കുടഞ്ഞാൽ കാര്യം നല്ല കൃത്യമായിട്ട് പുറത്തു വരും. പക്ഷെ വ്യക്തമായിട്ടുള്ള ഒരു തെളിവ് കിട്ടാതെ നമുക്കതിനും പറ്റില്ലല്ലോ. അപ്പോൾ സൂര്യ പറയുന്നുണ്ട്, അതിന് സർ ആ അനിരുദ്ധനെ പിടിച്ചാൽ മതി. അവന് കാര്യങ്ങളെല്ലാം അറിയാം. ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ടായിരിക്കും കാര്യങ്ങളെല്ലാം നീക്കിയിരിക്കുന്നത്. അങ്ങനെയാണോ? എങ്കിൽ അനിരുദ്ധനെ നമുക്ക് പൊക്കാം എന്ന് പറയാൻ കേട്ടോ അജിത് സാറ്. അപ്പൊ സൂര്യ ചോദിക്കുന്നു, അതെങ്ങനെ സർ? അദ്ദേഹം എവിടെയാണെന്ന് പോലും ഇപ്പോൾ ഒരു പിടിയുമില്ല. അതൊക്കെ അറിയാനുള്ള വഴിയുണ്ട്, നീ വാ എന്ന് പറയാൻ കേട്ടോ അജിത് സാർ. അങ്ങനെ രണ്ടുപേരും അവിടെ നിന്നും ഇറങ്ങാണ്. പിന്നീട് കാണിക്കുന്നത് അനിരുദ്ധൻ വരുന്ന കാറ് അജിത് സർ ബ്ലോക്ക് ചെയ്യാൻ കേട്ടോ. എന്നിട്ട് അതിൽ നിന്നും ഇറങ്ങിയിട്ട് അനിരുദ്ധനെ കാറിൽ നിന്നും പിടിച്ചു വലിച്ച് പുറത്തേക്ക് ഇറക്കാണ്ട്, നീ ഇങ്ങ് വാടാ. എന്താ സർ, എന്താണ് കാര്യം എന്ന് ചോദിക്കുന്നുണ്ട് അദ്ദേഹം. അപ്പോഴേക്ക് സൂര്യയും ഇറങ്ങി ഓടി വരുന്നുണ്ട് കേട്ടോ. എടാ, നീ എന്റെ ഭാവനയെ എന്താ ചെയ്തത്? അവൾ എവിടെ എന്ന് ചോദിക്കാൻ കേട്ടോ. സത്യമായിട്ടും എനിക്കൊന്നും അറിയില്ല, ഞാൻ പറയുന്നത് സത്യമാണ് എന്നൊക്കെ പറയാൻ അനിരുദ്ധൻ. ഇവന്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം ഇവൻ എന്തൊക്കെയോ അറിയാം. ഇവൻ പറയുന്നതെല്ലാം പച്ചക്കള്ളമാണ് സർ എന്ന് പറയട്ടെ സൂര്യ. അജിത് സർ ചോദിക്കുന്നുണ്ട്, തനിക്ക് അജയനുമായിട്ട് എന്താണ് ബന്ധം? സർ, ഞങ്ങളിപ്പോൾ നല്ല രീതിയിലാണ്. ഒരു ബിസിനസിന്റെ കാര്യത്തിൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് നിൽക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അദ്ദേഹം. എന്നിട്ട് ഫോൺ എടുത്തിട്ട് ചെക്ക് ചെയ്യാൻ കേട്ടോ അനിരുദ്ധന്റെ. ഭാവന ആ വീട്ടിൽ പോയി വരുന്നതിന്റെ ഇടയ്ക്ക് എന്തിനാണ് അജയൻ നിനക്ക് വിളിച്ചത്? ഭാവന അവിടെ നിന്നും വന്നതിന് ശേഷം നീ ഇതിൽ നിന്നും ഒരു അറിയാത്ത നമ്പറിലേക്ക് വിളിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയാൻ കേട്ടോ. അനിരുദ്ധൻ പറയുന്നുണ്ട്, സത്യമായിട്ടും അതെന്റെ ഒരു ബിസിനസ് പാർട്ണർ ഞാൻ വിളിച്ചതാണ് സർ, എനിക്കിതിൽ ഒരു വിവരവുമില്ല എന്നൊക്കെ പറയാൻ. അപ്പോൾ സൂര്യ വന്നിട്ട് പറയുന്നത്, എന്റെ ഭാവനയ്ക്ക് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ പിന്നെ നിന്നെയൊന്നും ഞാൻ ഈ ഭൂമിയിൽ വെച്ചേക്കില്ല എന്ന് പറയാൻ. അപ്പോൾ അനിരുദ്ധൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, തന്റെ ഭാവനയെ കൊണ്ടുപോകാനുള്ളവരെല്ലാം കൊണ്ടുപോയിടോ, അവൾ ഇപ്പോൾ പരലോകത്തെത്തിയിട്ടുണ്ടാകും എന്ന് പറയാൻ കേട്ടോ. അപ്പോഴേക്കും അജിത് സാറിന്റെ ഫോൺ റിങ് ചെയ്യാണ്. അത് സൈബർ സെല്ലിൽ നിന്നായിരുന്നു കേട്ടോ. അവർ പറയുന്നുണ്ട്, സാർ നിങ്ങൾ തന്ന ആ നമ്പറിന്റെ ലൊക്കേഷൻ ഞങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. അതൊരു ബോംബെ നമ്പർ തന്നെയായിരുന്നു. അവർ കുറെ കാലം ദുബായിൽ നിന്നതായി കാണുന്നുണ്ട്, കുറച്ചു കാലങ്ങളായിട്ട് കേരളത്തിലും. ഇപ്പോൾ കാണുന്നത് തിരുവനന്തപുരത്ത് ബീച്ച് സൈഡിലാണ്. അങ്ങനെ അജിത് സർ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അനിരുദ്ധനെ കസ്റ്റഡിയിൽ എടുക്കാൻ വേണ്ടി വണ്ടിയിൽ കയറ്റിയാണ്. പിന്നീട് സൂര്യയുമായിട്ട് ആ ലൊക്കേഷൻ പറഞ്ഞ സ്ഥലത്ത് എത്തുകയാണ് കേട്ടോ. അവിടെ എത്തുന്ന ഒരു പോലീസുകാരനുണ്ടായിരുന്നു കേട്ടോ. സർ, ഇപ്പോൾ ഇവിടെ ആരെയും കാണുന്നില്ല, പക്ഷെ ഇവിടെ ആൾപെരുമാറ്റമുള്ളതായിട്ട് വൈരിന്റെ റമ്മിന്റെ ഒക്കെ കുപ്പികൾ കാണുന്നുണ്ട് എന്ന് പറയാണ്. മാത്രവുമല്ല വണ്ടി വന്ന് പോയതിന്റെ അടയാളം കാണുന്നുണ്ട്. അങ്ങനെ അവർ അതിന്റെ അകത്ത് കയറി സെർച്ച് ചെയ്യാണ്. പക്ഷെ അവർക്ക് തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. എന്തായാലും ഒരു കാര്യം ഉറപ്പ്, അവർ ഇവിടെ വിട്ട് അധിക ദൂരമൊന്നും പോയിട്ടില്ല. ഭാവനയെ അവർ ഒരു പക്ഷെ വണ്ടിയിൽ തന്നെയായിരിക്കും ഇരുത്തിയിരിക്കുന്നത്. നമ്മെ വഴി തെറ്റിക്കാൻ വേണ്ടിയിട്ട് അവർ ഫോൺ കോൾ ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കും ഒരു പക്ഷെ ഇവിടെ എത്തുന്നത്. എന്തായാലും നമുക്ക് കണ്ടുപിടിക്കാം സൂര്യ, നീ ടെൻഷൻ ആവാതിരിക്കെ എന്ന് പറയാൻ കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ഭാവനയുടെ വീടാണ്. അവിടെ ഗായത്രി ഭയങ്കര വിഷമത്തിലാണ് കേട്ടോ. ഭാവനയുടെ റൂമിൽ കയറി അവരുടെ സാരികൾ ഓരോന്ന് എടുക്കുകയാണ്. എന്നിട്ട് അവളുടെ ഫോട്ടോയിൽ നോക്കി പൊട്ടിക്കരയാണ്. ഒപ്പം തന്നെ അത് അവരുടെ നെഞ്ചത്തോട് ചേർത്ത് വെച്ച്, എന്റെ മോളെ, നീ ഇപ്പോൾ എവിടെയാണ്? നീ എത്രയും പെട്ടെന്ന് നീ അമ്മയുടെ അടുത്തേക്ക് ഓടി വാ എന്നൊക്കെ പറഞ്ഞ് കരയാൻ കേട്ടോ. മായ വരുമ്പോൾ ഇത് കാണാണ്. അവൾക്ക് ആകെ ടെൻഷൻ ആവാൻ കേട്ടോ. അമ്മ ഇങ്ങനെ തുടങ്ങിയാൽ പിന്നെ ഞങ്ങളുടെ അവസ്ഥ എന്താകും? വിഷമിക്കാതിരിക്ക്, ഭാവന ഉടൻ തന്നെ വരും എന്നൊക്കെ പറയാണ്. മാത്രമല്ല അവളെ ഏത് ആപത്ത് ഘട്ടങ്ങളിൽ നിന്നും അവളെ തിരിച്ചു കൊണ്ടുവരാൻ അവളുടെ അച്ഛൻ കൂടെയില്ല അമ്മേ, പിന്നെ എന്തിനാ നമ്മൾ പേടിക്കുന്നത്? അപ്പോഴാട്ടോ സേതു അവിടെ കയറി വരുന്നത്. എന്തായി സേതു ഏട്ടാ, എന്തെങ്കിലും വിവരം അറിഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട് മായ. ഒന്നും അറിഞ്ഞിട്ടില്ല മായേ, ഏതോ ദ്രോഹികൾ മനഃപൂർവ്വം അവളെ ട്രാപ്പ് ചെയ്തതാണ് എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കാൻ. എവിടെയെല്ലാം തിരഞ്ഞു, ഇതുകൊണ്ടാണ് അവളോട് പുറത്തു പോകരുത് എന്ന് പറഞ്ഞത്, പക്ഷെ അവൾ കേട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയാണ്. അപ്പോൾ ഗായത്രിയും അവിടേക്ക് വരുന്നുണ്ട്. അവൾ ദൈവത്തിന് നിരക്കാത്തതായിട്ട് ഒന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ദൈവം തന്നെ അവളെ ഏത് ആപത്ത് ഘട്ടങ്ങളിൽ നിന്നും രക്ഷിച്ചു കൊണ്ടുവരും. പക്ഷെ ഇപ്പോൾ അവൾ ഒറ്റയ്ക്കല്ലല്ലോ, അവളുടെ വയറ്റിൽ ഒരു ജീവനും കൂടി ഇല്ലേ എന്നൊക്കെ പറയാണ് ഗായത്രി. എത്ര നമ്മൾ മനസ്സിന് ശക്തി കൊടുത്ത ശരീരത്തെ നമുക്ക് നിയന്ത്രിക്കാനായില്ല സേതു, എന്തായിരിക്കും എന്റെ കുഞ്ഞിന്റെ അവസ്ഥ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയാണ്. പിന്നീട് മായ പറയുന്നത്, എന്താണ് സേതുവിടെ നിങ്ങൾ സൂര്യ എന്ന് വിളിച്ചു നോക്ക്, എന്തെങ്കിലും ശുഭവാർത്ത കേട്ടെങ്കിലോ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ സേതു സൂര്യയെ വിളിക്കുകയാണ്. അങ്ങനെ സൂര്യയുടെ എന്തെങ്കിലും വിവരം കിട്ടിയ സൂര്യ എന്ന് ചോദിക്കുന്നുണ്ട് സേതു. ഇല്ല സേതു ഏട്ടാ, ഞങ്ങൾ ഇപ്പോൾ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ. മാത്രമല്ല ഇന്ന് അനിരുദ്ധനെ പൊക്കി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്നും പിന്നീട് സൈബർ സെല്ലിൽ നിന്ന് വിളിച്ച കാര്യങ്ങളൊക്കെ പറയാൻ. പിന്നീട് അവർ ഓരോ സംശയങ്ങളും സാധ്യതകളെ കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. അവസാനം സൂര്യ പറയുന്നുണ്ട്, ഭാവന ഇല്ലെങ്കിൽ പിന്നെ സൂര്യ ഇല്ല, അതുകൊണ്ട് ഭാവനയെ കൊണ്ടല്ലാതെ ഇനി ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കില്ല എന്ന് സൂര്യ പറയാണ്. എന്നിട്ട് സേതുവേട്ടൻ ഇപ്പോൾ ഫോൺ വെച്ചോ, എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ സേതു വന്നിട്ട് ഗായത്രിയോട് പറയുന്നുണ്ട് സൂര്യക്ക് വിളിച്ചതും. സൂര്യ പറഞ്ഞ കാര്യങ്ങളൊക്കെ അനിരുദ്ധനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അനിരുദ്ധനും അജയനും ചേർന്നാവാം ഇത് ചെയ്തത് എന്ന സംശയം അജിത് സാറിനുണ്ട്. മാത്രമല്ല ആ സമയത്ത് അജയൻ അനിരുദ്ധനെ വിളിച്ചതായിട്ടും തെളിവുണ്ട് ഫോണിൽ എന്ന് പറയാൻ. ഇത് കേൾക്കുന്ന ഗായത്രി പറയുന്നുണ്ട്, എങ്കിൽ അവർ തന്നെയായിരിക്കും എന്നെ കുഞ്ഞിനെ അപകടപ്പെടുത്തിയിരിക്കുന്നത്. വാ സേതു, നമുക്കെല്ലാവർക്കും സൂര്യയുടെ വീട്ടിലേക്ക് പോകാം. എനിക്ക് ജയയെ ഒന്ന് കാണണം. ഇപ്പോൾ അവളുടെ നെഞ്ചിലെ കല്ല് ഇറക്കി വെച്ചോ എന്ന് ചോദിക്കണം. അന്ന് ഹോസ്പിറ്റലിൽ നിന്നും എന്റെ മകളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്തൊക്കെയായിരുന്നു അവൾ ചെയ്തിരുന്നത്, ഇതിന് വേണ്ടിയിട്ടായിരുന്നോ എന്ന് എനിക്ക് ചോദിക്കണം എന്നൊക്കെ പറയാൻ. അമ്മ ഇപ്പോൾ മിണ്ടാതിരിക്കേ, ഇത് സമയം രാത്രിയാണ്, ഇനിയോ ഒന്നും പിടുത്തം കിട്ടില്ലെങ്കിൽ നമുക്ക് രാവിലെ പോകാം എന്നൊക്കെ പറയാൻ സേതു. എന്തായാലും ഞാൻ ഒന്നുകൂടി പോയി അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ് സേതു പോവാണ് പുറത്തേക്ക്. പിന്നീട് ഗായത്രി ഭാവനയുടെ ഫോട്ടോയുടെ മേൽ കമിഴ്ന്ന് കിടന്ന് പൊട്ടിക്കരയാണ്ട്, എന്റെ മോളെ നീ എവിടെയാണ്?
നീ അമ്മയുടെ അടുത്തേക്ക് വാ മോളെ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയാൻ ട്ടോ. പിന്നീട് കാണിക്കുന്നത് സൂര്യ ഓരോ കടകളിലും കയറി ഇറങ്ങി ചോദിക്കാൻ ട്ടോ, ഭാവനയെ കുറിച്ച് അന്വേഷിക്കാൻ. വഴി കാണുന്നവരോടും അന്വേഷിക്കുന്നുണ്ട് ട്ടോ. അങ്ങനെ ഒരുപാട് ദൂരം നടന്ന് അവൻ ആകെ ക്ഷീണിച്ച് വണ്ടിയിൽ കയറിയിരിക്കുകയാണ്. എന്നിട്ട് ഒത്തിരി ദൂരം സഞ്ചരിച്ചതിന് ശേഷം വണ്ടി സൈഡാക്കി ഇട്ടിട്ട് അവൻ കരയാൻ ട്ടോ. ഭാവന, നീ എവിടെയാണ്? നീ എന്ത് ആപത്തിൽപ്പെട്ടാലും ഞാൻ അറിയാതെ തന്നെ നിന്റെ അരികിലേക്ക് ഓടിയെത്താറുണ്ട്. ഇപ്പോൾ എനിക്കതിന് സാധിക്കുന്നില്ലല്ലോ ഭാവന, നീ എവിടെയാ എന്നൊക്കെ പറഞ്ഞ് അവൻ വിഷമിച്ച് സീറ്റിൽ തലവെച്ച് അവിടെ കിടക്കാൻ. അതേസമയം ഭാവനയെ കാണിക്കുന്നുണ്ട്. അവൾ ഒരുപാട് സാധനങ്ങളുള്ള ഒരു ഗോഡൌണിലെ ഒരു ചെയറിലിരുത്തി കെട്ടിവച്ചിരിക്കുന്ന നിലയിലാണ് ട്ടോ കാണിക്കുന്നത്. ബോധം നഷ്ടപ്പെട്ട് ചെയറിൽ ഇരിക്കുന്ന നിലയിലാണ് ട്ടോ കാണിക്കുന്നത്.